ഇതിലെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തില് കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ വലിയ മാറ്റം ഉണ്ടായി. അവിടെയാണ് ഇത് പറഞ്ഞു തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു അരനൂറ്റാണ്ട് മുൻപ് കേരളത്തിലെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ വിദ്യാലയത്തിൽ അയക്കുന്നത് കേവലം അവൻ ഏതെങ്കിലും ഒരു ഉദ്യോഗം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരുന്നില്ല. ഒരു രക്ഷിതാവ് അരനൂറ്റാണ്ട് മുമ്പ് ഒരു കുട്ടിയെ സ്കൂളിൽ എത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിയെ എന്തിനാണ് സ്കൂളിൽ അയക്കുന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അതിന്റെ മറുപടി അവൻ 4 അക്ഷരം പഠിച്ച് കണ്ണു തെളിയട്ടെ എന്നുള്ളതാണ്. അതിന്റെ ഉപോൽപ്പന്നങ്ങളാണ് അല്ലെങ്കിൽ പിന്നാലെ വരുന്ന ലക്ഷ്യങ്ങളാണ് ജോലിയും മറ്റ് സാമ്പത്തിക അല്ലെങ്കിൽ മറ്റു നേട്ടങ്ങളുമൊക്കെ. എന്നാൽ ഇപ്പോഴേ അന്ന് ആ ലക്ഷ്യം വെച്ച് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വലിയ ധാർമ്മിക ബോധം ഉണ്ടായിരുന്നു. അവരിലെ സമൂഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അവരിലെ രക്ഷിതാക്കൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കുട്ടിയെ നേർവഴിക്ക് നയിക്കുക എന്നുള്ള ഒരു വലിയ കടമയായിരുന്നു അധ്യാപകരിൽ അന്ന് നിക്ഷിപ്തമായിരുന്നത്. അതുകൊണ്ട് തന്നെ നേരായ വഴിക്ക് സഞ്ചരിക്കാത്ത കുട്ടികളെ, വഴിതെറ്റി സഞ്ചരിക്കുന്ന കുട്ടികളെ, അല്ലെങ്കിൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന കുട്ടികളെയൊക്കെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരവും അവകാശവും അന്ന് സമൂഹവും രക്ഷിതാക്കളും അധ്യാപകന് നൽകിയിരുന്നു. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് അധ്യാപകൻ വടിയെടുത്തതും ഏതെങ്കിലും ഒരു കുട്ടിയെ ശിക്ഷിച്ചതിന്റെ പേരിൽ അന്ന് അധ്യാപകൻ ക്രിമിനൽ നടപടിക്ക് വിധേയമായ ചരിത്രം അരനൂറ്റാണ്ട് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ഇന്ന് ജനിക്കും മുമ്പൻ കുഞ്ഞ് ഇംഗ്ലീഷ് പറയണം, അതിനെ ഭാര്യതൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി എന്ന് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ രക്ഷിതാക്കൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. അയാളെ എവിടെ എത്തിക്കണം, അയാളെ ആരാക്കണം, ഈ പറയുന്ന കൃത്യമായ ലക്ഷ്യബോധത്തിന്റെ അടിസ്ഥാനത്തില് സ്കൂളിൽ ഒരു കുട്ടിയെ രക്ഷിതാവ് എത്തിക്കുന്ന സമയത്ത് അതിനുള്ള ടൂളായിട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള പ്രാഥമികമായിട്ടുള്ള ഉപകരണമായിട്ടാണ് വിദ്യാലയത്തെയും അധ്യാപകനെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ള സ്വാതന്ത്ര്യം സമൂഹവും രക്ഷിതാവും അധ്യാപകന് കൊടുത്തിട്ടില്ല. ഇവിടെ തന്നെ നോക്കണം, ഈ വിഷയത്തിലേക്ക് വന്നാല് ആ വിദ്യാലയത്തിലെ അധ്യാപകരാണ് ഇപ്പോഴും പ്രതിക്കൂട്ടില്. യഥാർത്ഥത്തിൽ അധ്യാപകരല്ല അതിലെ ദൃശ്യങ്ങള് പ്രചരിപ്പിച്ചതെന്ന് അവർ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ നിയമപരമായ വശങ്ങളിലേക്കൊന്നും ഞാൻ അതിന്റെ സത്യസ്ഥിതിയിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ പ്രഥമാധ്യാപകനോട് 16 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സുള്ള ഒരു കുട്ടി തീർത്ത് കളയും എന്നുള്ള ആ കുട്ടിയുടെ ശരീരഭാഷ, ആ കുട്ടി ഉപയോഗിച്ച വാക്ക്, ഇത് കേരളത്തിന്റെ പൊതു മനസാക്ഷി ഉണർത്തേണ്ടതാണ്. ആ കുട്ടിക്ക് മാനസാന്തരം വന്നു, തിരുത്താൻ തയ്യാറായി എന്നൊക്കെ ഉള്ളതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ ഒരു മനോഭാവം ആ ഒറ്റപ്പെട്ട കുട്ടിയിൽ മാത്രമല്ല, കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം അഡോളസൻസ് ഏജിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കൗമാരക്കാരായ +1 +2 വിദ്യാർത്ഥികളിൽ നിന്ന് കാണുന്നുണ്ട്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവര് ഇതെല്ലാം നിശബ്ദമായിട്ട് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും നിയോഗിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് നിർത്തി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അധ്യാപകന് കുട്ടികളെ നേർവഴിക്ക് നയിക്കാന്, ഉപദേശിക്കാന്, ശാസിക്കാനുള്ള ആ അധികാരം, അവകാശം പിൻവലിക്കപ്പെട്ടതോടുകൂടി അന്ന് കുട്ടികളെ ധർമ്മമായിരുന്നു ശരിയിലേക്ക് നയിച്ചിരുന്നതെങ്കിൽ ഒരു കുട്ടി ധർമ്മം അനുഷ്ഠിച്ച് അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള അവന്റെ ബോധം, രക്ഷിതാവിന്റെ ധാർമ്മിക ബോധം കൊണ്ട് അവനെ ശരിയിലേക്ക് പോകുമായിരുന്നു, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് നിയമമില്ല, നിയമം നമ്മളെ ശരിയിലേക്ക് തള്ളിവിടുകയാണ്. ധർമ്മം നമ്മളെ നയിക്കുകയാണെങ്കിൽ ഒരു കുട്ടിയെ തെറ്റ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ശരി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ധർമ്മമാണെങ്കിൽ അതുപോലെ അതിലേക്ക് ശരിയിലേക്ക് തള്ളിവിടുകയാണ് നിയമം ചെയ്യുന്നത്. ഇന്ന് നിയമം വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് അനുകൂലമാണ്, രക്ഷിതാക്കൾക്ക് അനുകൂലമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വന്നതിന്റെ കണ്ടിന്യൂഷൻ പറയുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ചാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതും പരിപാലിക്കപ്പെടുന്നതും. ഇന്ന് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ധാരാളം നിയമങ്ങളുണ്ട്. പക്ഷെ ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹനിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് അധ്യാപക സമൂഹം മാറി എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.